ചാനൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ സന്തോഷത്തിലേക്ക് ഒത്തുചേരാൻ അവരെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ട്രൂ മീഡിയ കേരളയോടൊപ്പം ഇപ്പോൾ ചെറുപുഷ്പം UP സ്കൂളിലെ മാനേജർ അച്ഛൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അച്ഛൻ, നമ്മുടെ മക്കൾ മികച്ച ഒരു മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. എല്ലാ മേഖലയിലും, കലാമേഖലകളിലും അതോടൊപ്പം തന്നെ ശാസ്ത്രമേളകളിലും സാമൂഹിക മേളകളിലും IT പ്രവൃത്തി പരിചയ മേളകളിലൊക്കെ ഒരു നല്ല ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഈ ഒരു സന്തോഷ നിമിഷത്തിൽ എന്താണ് അച്ഛന് പറയാനുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ചെറുപുഷ്പം UP സ്കൂള് എല്ലാ കാലത്തും മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്കൂളായിട്ടാണ് ഇത്രയും നാളും ഉണ്ടായിരുന്നത്. ഇത് വളർച്ചയുടെ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് എല്ലാ മണ്ഡലങ്ങളിലും അവർക്ക് വിജയം കരസ്ഥമാക്കാൻ കഴിവുള്ള നല്ല രീതിയിലുള്ള നല്ല കുഞ്ഞുങ്ങളെ ഒരുക്കിയെടുക്കാനായിട്ട് ഞാൻ അധ്യാപകർക്ക് സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിനൊരു കഴിവുള്ള നല്ല കുട്ടികളും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല രക്ഷിതാക്കളും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് നല്ല വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിച്ചത്. അത് ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. അങ്ങനെയുണ്ട് നമ്മുടെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒരു സപ്പോർട്ട് നമ്മുടെ ഈ സ്കൂളിനോട്, അതുപോലെ തന്നെ മക്കളെ ഇങ്ങനെ ഒരുക്കി തയ്യാറാക്കുന്നതിനൊക്കെ ഉള്ളൊരു സപ്പോർട്ട് എങ്ങനെ? അതെ, PTA എന്താണ് സജീവമാണ്. സജീവമാണ്, നല്ലൊരു PTA ഇവിടെ ഉള്ളത്. അവരുടെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങൾക്കും എല്ലാം നമ്മൾ തന്നെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അവർ ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യം കാണിക്കുന്ന നല്ലൊരു രക്ഷിതാക്കളും PTA ആണ് ഉള്ളത്. അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ നല്ലൊരു വിജയമാണത്, ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മുടെ ചെറുപുഷ്പം സ്കൂള് മുന്നിട്ട് നിൽക്കുകയാണ്. ഇരിക്കൂർ ഉപജില്ല കലോത്സവത്തിലാണെങ്കിലും എല്ലാ മേളകളിലാണെങ്കിലും. അപ്പോൾ അതിന് നേതൃത്വം നൽകുന്ന മാനേജർ അച്ഛന് കേരള ട്രൂ മീഡിയയുടെ വക ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു അച്ഛാ. ചെമ്പന്തൊട്ടി ചെറുപുഷ്പ UP സ്കൂളിലെ PTA പ്രസിഡന്റ് ഇപ്പോൾ ട്രൂ മീഡിയ കേരളയോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇതൊരു വിജയാഹ്ലാദമായിരുന്നു ഇന്ന്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികളുടെ മക്കളുടെ ഒക്കെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ? പെർഫോമൻസ് അല്ലായിരുന്നു, എത്ര നാളത്തെ പരിശ്രമമായിരുന്നു മാറി അധ്യാപകരും ഞങ്ങളെല്ലാവരും കൂടെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി. പാരൻസൊക്കെ ആണെങ്കിലും എത്ര വലിയ ഒരു കഷ്ടപ്പാടുകൾക്കും തയ്യാറായി കൂട്ടത്തിൽ നിന്നു. അധ്യാപകർ അതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റേതായ ഒരു റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. ഏതൊക്കെ ഐറ്റങ്ങളിലാണ് മികച്ചു നിന്നത് മക്കളെ? നാടോടി നൃത്തം, അങ്ങനെയുള്ള എല്ലാത്തിനും തന്നെ നമുക്ക് പങ്കെടുത്താൻ എല്ലാത്തിനും തന്നെ A ഗ്രേഡോടുകൂടി തന്നെ തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. 1, 2 ഐറ്റത്തിലൊക്കെ ഫസ്റ്റ് A ഗ്രേഡ് മേടിച്ച കുട്ടികളൊക്കെ നമ്മുടെ സ്കൂളിൽ ദൈവസഹായത്തിൽ ഉണ്ടാകാനും അതിൻ്റെ പുറകെ പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞു. അങ്ങനെ എല്ലാ കുട്ടികളും ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രവൃത്തി പരിചയമേള, സാമൂഹ്യ ശാസ്ത്രമേള, എങ്ങനെ ഒട്ടനവധി മേളകളിൽ, കലാമേള, IT പ്രവൃത്തി പരിചയമേള, അങ്ങനെ നിരവധി കലാമേഖലകളിൽ തൊട്ടറിഞ്ഞ സ്കൂളാണ് ചെമ്പന്തൊട്ടി ചെറുപുഷ്പ UP സ്കൂൾ. ഇപ്പോൾ HM നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ടീച്ചറോട് ചോദിക്കാം. ടീച്ചറെ, വളരെ മനോഹരമായിട്ടാണ് കലോത്സവങ്ങളിലൊക്കെ നമ്മുടെ സ്കൂള് പങ്കെടുത്തിട്ടുള്ളത്. പല മേളകളിലും നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ നമ്മുടെ ചെമ്പന്തൊട്ടി ചെറുപുഷ്പ UP സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു വിജയ ആഘോഷത്തിൽ എന്താണ് ട്രൂ മീഡിയ കേരളയോട് പറയാനുള്ളത്? വളരെ സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തത്തിലാണ് ഇപ്പോൾ ഞാനായിരിക്കുന്നത്. എന്നോടൊപ്പം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, നല്ല സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം കഠിനാധ്വാനവും ആത്മാർത്ഥതയും അർപ്പണ മനോഭാവവുമുള്ള അധ്യാപകരാണ് എനിക്ക് സഹപ്രവർത്തകരായിട്ട് കിട്ടിയിട്ടുള്ളത്. അതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. അതുപോലെ കുട്ടികളാണെങ്കിലും നല്ല ചുണക്കുട്ടികളാണ്, നല്ല സമർത്ഥരാണ്, നല്ല ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമാണ്. അങ്ങനെയുള്ള മിടുക്കി കുട്ടികളും മിടുക്കന്മാരും ആണ് ചെറുപുഷ്പത്തിന് സ്വന്തമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ 600-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവർ പ്രവൃത്തി പരിചയ മേളകളിൽ, IT മേളകളിൽ, കലാ മത്സരത്തിൽ, കായിക മത്സരത്തിലൊക്കെ ഉന്നതമായ വിജയം കൈവരിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട്. മലയോര മേഖലയിലെ തന്നെ ഒരു മികവിൻ്റെ കേന്ദ്രമായി നമ്മുടെ ചെറുപുഷ്പം വിദ്യാലയം ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മികവിൽ നിന്നും മികവിലേക്ക്
കുതിച്ചുയരുന്ന ചെറുപുഷ്പത്തിൻ്റെ ഈ നേട്ടങ്ങളിൽ വളരെയധികം അഭിമാനിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പേരൻസിൻ്റെയും ഒക്കെ സപ്പോർട്ട് നമ്മുടെ ഈ ഒരു കലോത്സവ വേദിയിലേക്ക് മക്കളെ ഒരുക്കി കൊണ്ടുപോകാനൊക്കെയുള്ള പേരൻസിൻ്റെ PTA ഭാരവാഹികളുടെ ഒക്കെ സപ്പോർട്ട്? PTA ഭാരവാഹികളും വളരെ നല്ല രീതിയിൽ സ്കൂളിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അതുപോലെ പേരൻസും പിന്നെ കുട്ടികളെ ഡാൻസൊക്കെ പഠിപ്പിക്കുന്നതിൽ എത്ര പൈസ മുടക്കുന്നതിനും വളരെ ഉത്സാഹം കാണിച്ചു. സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും കുട്ടികളെ അധ്യാപകർ തന്നെ മറ്റ് മത്സരങ്ങളിലെല്ലാം പഠിപ്പിച്ച് ഒരുക്കി. ഡാൻസ് ഐറ്റം മാത്രമാണ് പുറത്തുനിന്ന് അധ്യാപകരെ വെച്ച് പഠിപ്പിച്ചത്. ബാക്കി എല്ലാ മത്സരങ്ങളും നമ്മുടെ അധ്യാപകർ തന്നെയാണ് എല്ലാ പ്രോഗ്രാമും ഒരുക്കി പരിശീലിപ്പിച്ച് ഇത്രയും മികവിലേക്ക് എത്തിച്ചത്. അതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. സിസ്റ്റർ, നമ്മൾ ഈ കലോത്സവ നഗരിയിൽ നിന്ന് നമ്മളൊന്ന് പരിചയപ്പെട്ടിരുന്നു ട്രൂ മീഡിയ കേരളയോടൊപ്പം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ മക്കളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മക്കൾ വളരെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തത്. നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ സ്കൂളിൽ കലോത്സവം നടത്തിയിരുന്നു. അതിൽ നിന്ന് സെലക്റ്റായ കുട്ടികളെ മാത്രമാണ് നമ്മൾ കലോത്സവത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്തു. എല്ലാ മത്സര ഇനങ്ങളിലും A ഗ്രേഡ് നേടുകയും ചെയ്തു. ഗംഭീരം, ഒരു സന്തോഷ നിമിഷത്തിലാണുള്ളത് അല്ലേ? വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അപ്പം കലോത്സവത്തിന് ട്രോഫി നേടുക എന്ന് പറയുക വളരെ വലിയൊരു കാര്യമാണല്ലോ. തീർച്ചയായും. അപ്പം കുട്ടികളുടെ കഠിനമായ അധ്വാനമുണ്ട്, ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്, പേരൻസിൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചെറുപുഷ്പം ടീം എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ വിജയം. ഈ ചെറുപുഷ്പത്തിന്റെ ഒരു ടീമാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് ഇവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എന്താ സിസ്റ്റർ, നമസ്കാരം, എന്താ പേര്? എൻ്റെ പേര് സിസ്റ്റർ ഡിഗ്ന. ഞാൻ ചെറുപുഷ്പ UP സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. കലോത്സവത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഈ മലയോര മേഖലയിൽ അഭിമാനമായി നിൽക്കുന്ന ഒരു സ്കൂളാണ് ചെറുപുഷ്പ UP സ്കൂൾ ചെമ്മന്തുട്ടി. അതിൽ ഒത്തിരിയേറെ ഞങ്ങൾ അഭിമാനിക്കുന്നുണ്ട്. സാധാരണ കുട്ടികളാണ്, പക്ഷെ അവരുടെ കഴിവ് ഏറ്റവും ഉന്നതമായ രീതിയിൽ ഈ മത്സരവേദിയിൽ പങ്കിടാൻ അവർക്ക് സാധിച്ചു. സന്തോഷം. എന്താ ടീച്ചറുടെ പേര്? എൻ്റെ പേര് മഞ്ജു. ഞാൻ ഈ വർഷം ജൂണിലാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ 16 വർഷമായിട്ട് ചന്ദനക്കാമ്പാറ LP സ്കൂളിലായിരുന്നു. ഈ വർഷം ഞാൻ ഇങ്ങോട്ട് വന്നു. വളരെ അഭിമാനമുണ്ട് എനിക്ക് സ്കൂളിൽ. ഇത്രയും നല്ലൊരു കുട്ടികളും കൂടെ UP സ്കൂളിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ. മറ്റു നല്ല മിടുക്കരാണ് ഈ കുട്ടികൾ. പ്രവൃത്തി പരിചയമേളയിലും ശാസ്ത്രമേളയിലും കായികമേളയിലും എല്ലാം മികച്ച കുട്ടികളാണ് ഈ സ്കൂളിലുള്ളത്. ഈ സ്കൂളിന് സന്തോഷവും അഭിമാനം തോന്നും. ഓക്കെ. അതുല്യ, എങ്ങനെയുണ്ട് നമ്മുടെ മക്കളുടെ പെർഫോമൻസ്? ഞാൻ കുറച്ച് നാളായുള്ളൂ, പക്ഷേ ഇവരുടെ കുറച്ച് നാളുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പെർഫോമൻസ് എനിക്ക് എത്രത്തോളം കഴിവുകൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ടീം വർക്കിൻ്റെയാണ് ഈ ഒരു പുരസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഇനിയുള്ള വർഷങ്ങളിൽ ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യും. എൻ്റെ പേര് സീന. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മക്കളുടെ പെർഫോമൻസ്? മക്കളുടെ എല്ലാം നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ വർഷം എല്ലാ വർഷത്തേക്കാൾ കൂടുതൽ മികച്ച വിജയം നേടാൻ സാധിച്ചു. ഞാൻ സംസ്കൃതത്തിൻ്റെ ടീച്ചറാണ്. ഞങ്ങൾക്ക് സംസ്കൃതത്തിന് മൊത്തം 90ലാണ് പോയിൻ്റ്. അതിൽ 88 പോയിൻ്റ് നേടി ഫസ്റ്റ് റണ്ണറപ്പ് ആകാൻ സാധിച്ചു. ഇത് സന്തോഷമുണ്ട്. നമ്മുടെ ടീമിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം കിട്ടി. അധ്വാനം സംസ്കൃതം ഒരാൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. മറ്റുള്ള വിഷയം പോലെയല്ല. സംസ്കൃതത്തിന് ഒരു അധ്യാപകനേ ഉള്ളൂ ഒരു സ്കൂളിൽ. പിന്നെ ഈ വർഷം സഹായിക്കാൻ ഒരു ടീച്ചറും കൂടി ഉണ്ട്. ഈ ടീച്ചറാണ്. ടീച്ചറുടെ പേര്? അനുശ്രീ. അപ്പോൾ ഈ സംസ്കൃതോത്സവത്തിൽ ഓവറോൾ നമ്മൾ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ടീച്ചറോടൊപ്പം കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത ആളാണ്. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? വളരെ സന്തോഷം. ട്രോഫി അടിച്ചത് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഇപ്രാവശ്യം ട്രോഫി കിട്ടി. ഇതിന്റെ മുമ്പത്തെ വർഷം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഈ വർഷം വീണ്ടും. കഴിഞ്ഞ വർഷം എനിക്ക് ലീവായിരുന്നു, പങ്കെടുക്കാൻ പറ്റിയില്ല. എത്ര വർഷം ഇവിടെ വർക്ക് ചെയ്യുന്നു? ഞാനിവിടെ 14 വർഷം. അപ്പൊ സന്തോഷം. ടീമിന്റെ വർക്കാണ്, ഗംഭീരമാണ്, വിജയം. ഓക്കെ. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണുള്ളത്, മക്കളും ഒക്കെ വളരെ സന്തോഷത്തിലാണുള്ളത്. ഇപ്പോൾ ടീച്ചേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ടീമിൻ്റെ വിജയമാണ് ചെറുപുഷ്പം സ്കൂളിൻ്റെ ഈ ഒരു ഓവറോൾ കിരീടമൊക്കെ കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്താ ടീച്ചറുടെ പേര്? എൻ്റെ പേര് ജൂബി. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മക്കളുടെ പെർഫോമൻസ്? നല്ല അടിപൊളി പെർഫോമൻസ്. കുട്ടികളുടെ ആത്മാർത്ഥമായ പ്രകടനം, അതുപോലെ മാതാപിതാക്കളുടെ നല്ല സഹകരണം, അതുപോലെ ഞങ്ങളുടെ അക്കാദമി പ്രവർത്തനങ്ങളിൽ ഒട്ടും സമയം കളയാതെ തന്നെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നന്നായി കോച്ചിങ് കൊടുത്തു. അപ്പോൾ ഒരു കൂട്ടായ വിജയം. ഗംഭീരം. ഓക്കെ. എന്താ ടീച്ചറുടെ പേര്? എൻ്റെ പേര് നൈസി. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ? ഞങ്ങൾക്ക് ഏറെ അഭിമാനമായ ഒരു നിമിഷമാണിത്. കലോത്സവങ്ങളിലും മാത്രമല്ല, സ്കോളർഷിപ്പ് എക്സാമുകളിലൊക്കെ ചെറുപുഷ്പ UP സ്കൂൾ എന്നും തന്നെ മുന്നിലാണ്. പ്രത്യേകിച്ച് LSS USS സ്കോളർഷിപ്പ് ഇരിക്കൂർ ഉപജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കോളർഷിപ്പുകൾ നേടുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. നമുക്ക് ഏറെ സന്തോഷമുള്ള നിമിഷങ്ങളാണ്. ഓക്കെ. എന്താ ടീച്ചറുടെ പേര്? ടെനിൽ സഭാ. നമ്മുടെ കലോത്സവം നല്ല അഭിമാനമായിരുന്നു. കാരണം നമ്മുടെ കുട്ടികളും പേരൻസ് എല്ലാം നമ്മളോട് ഒന്ന് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്. ഗംഭീരമായിരുന്നു. ഗംഭീരമായിരുന്നു. എന്താ ടീച്ചറുടെ പേര്? എൻ്റെ പേര് റാണി.
പിന്നെ ഞങ്ങൾ ഉറുദുവിൻ്റെ ടീച്ചറാണ് ഞാൻ. 4 പ്രോഗ്രാം ഉണ്ടായിരുന്നു, എല്ലാത്തിനും A ഗ്രേഡ് കിട്ടി, സെക്കൻഡ് ഉണ്ട്. നല്ല അഭിമാനം തോന്നുന്നു. കുട്ടികൾ എല്ലാം നമ്മുടെ ഒത്തുചേർന്ന് ചെറുപുഷ്പത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെ മക്കള്. മക്കളുടെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. നമ്മുടെ ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും ഒത്തൊരുമയോട് ചേർന്ന് നിന്നതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു നേട്ടം നമുക്ക് മേടിക്കാൻ സാധിച്ചത്. കലോത്സവത്തിൽ മാത്രമല്ല, പിന്നെ വർക്ക് എക്സ്പീരിയൻസിലുണ്ടായിരുന്നു, സ്പോർട്സിനും എല്ലാം നല്ല വിജയമാണ് ചെറുപുഷ്പത്തിന് നേടാൻ സാധിച്ചത്. വളരെയധികം സന്തോഷമുണ്ട് ഈ നിമിഷത്തിൽ. അപ്പോൾ ട്രൂ മീഡിയ ആശംസകൾ നേരുകയാണ്. നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിൽ ഒരുപാട് വിജയങ്ങൾ കരസ്ഥമാക്കാൻ നിങ്ങളുടെ ചെറുപുഷ്പം സ്കൂളിന് സാധിക്കട്ടെ എന്ന് ട്രൂ മീഡിയ കേരള ആശംസിക്കുകയാണ്. സാറേ നമസ്കാരം. എന്താ പേര്? പേര് ഷിൻഡോ. എവിടെ നാട് സാറിന്? വീട് ഇവിടെ തളിപ്പറമ്പാണ് ഇപ്പോൾ താമസിക്കുന്നത്. തളിപ്പറമ്പ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ചെറുപുഷ്പം സ്കൂളിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ? ഇത്തവണ വളരെ നല്ല രീതിയിലാണ് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചത്. വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്രാക്ടീസും അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ? വളരെ നേരത്തെ തന്നെ നമ്മൾ പ്രാക്ടീസ് ആരംഭിച്ചതാണ്. ഏകദേശം ഒരു 2 മാസത്തോളമായിട്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കഠിനയത്നം ചെയ്യുന്നുണ്ട്. അധ്യാപകരും കുട്ടികളും അതുപോലെ PTA എല്ലാം ഇതിന് നല്ല സഹകരണമായിരുന്നു. ഓക്കെ സാറേ, താങ്ക് യു. സാർ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഒരുക്കിയ ഒരു അധ്യാപകനാണ്. സാറിൻ്റെ പേര്? ഷാജി. സാർ എവിടെ? നാട് തളിപ്പറമ്പാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ വർഷത്തെ ഒരു വർഷം? വളരെ അഭിമാനകരമായി തോന്നുന്നൊരു വർഷമാണ്. കഴിഞ്ഞ 9 വർഷമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു. ഈ 9 വർഷങ്ങളിൽ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും മികവ് കൂടിക്കൂടി വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ഓവറോൾ കിരീടം ഈ വർഷമല്ല കഴിഞ്ഞ വർഷങ്ങളിലായിട്ടും നേടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാ മേഖലകളിലും, കലോത്സവം മാത്രമല്ല, പ്രവൃത്തി പരിചയമേള, അതുപോലെ തന്നെ കലാകായിക മേളകളിലെല്ലാം വിജയം നേടുന്നതോടൊപ്പം അക്കാദമിക നിലവാരത്തിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ് നമ്മളത്. അതുപോലെ തന്നെ സ്കൗട്ട്, ഗൈഡ് എല്ലാ മേഖലകളിലും നല്ല വിജയം കൈവരിക്കുന്ന ഒരു സ്കൂൾ തന്നെയാണ്. അതിലെല്ലാം അഭിമാനം. നമ്മുടെ കുട്ടികളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണിത്. ഓക്കെ, എല്ലാവിധ ആശംസകളും ട്രൂ മീഡിയ കേരള നൽകുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ആരാ നന്നായിട്ട് പാട്ട് പാടുന്ന ആരാളെ? മോളൊരു നല്ല ഒരു ഗാനം നമ്മുടെ ട്രൂ മീഡിയ കേരളയിലെ പ്രേക്ഷകർക്ക് വേണ്ടി പാടിത്തരാൻ വേണ്ടി പോവാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണുള്ളത്. അപ്പോൾ തുടങ്ങാം. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ പൊന്നിമേ. ദൂരതീരങ്ങളും മോഹതാരങ്ങളും സാക്ഷികൾ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു.
അപ്പോൾ ടീച്ചറിന്റെ പാട്ടൊക്കെ നമ്മൾ കേട്ടു. എന്താ മോളെ പേര്? ദേവശ്രീ അനിൽ. എത്ര ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്? 6. ഏത് പാട്ടെന്റെ മോള് പാടുന്നത്? പാട്ടല്ല, പ്രഭാഷണം, സംസ്കൃത പ്രഭാഷണം. എന്നോ നമ്മുടെ ട്രൂ മീഡിയയിലെ പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച്. ബഹുമാന്യ ഗുരുജനാഹ മമ പ്രിയമിത്രാണി സർവേഷാം കുതേ മമ വിനീത നമസ്കാരഃ. രാഷ്ട്രസേവനസ്യ ആവശ്യകത ഇതി വിഷയമധികൃത്യ കിഞ്ചിത് വക്തും അഹമിച്ഛാമി. അസ്മാകം രാഷ്ട്രം ഭാരതം ഭവതി. ഭാരതം ഇതി നാമശ്രവണേനേവ അസ്മാകം മനസി അഭിമാനഭവഗഃ സഞ്ജായത്തെ. ഭാരതഭൂമി അസ്മിൻ ലോകേ അതിപ്രൗഢ്യ വിരാജത്തെ. സനാതന സംസ്കാരസ്യ കേദാരഃ ഭവതി ഭാരതം. വയം ഭാരതീയാഃ ഇത്യനേനൈവ അസ്മാകം ദേശസ്യ രക്ഷണേ വയം സർവേഭി സദാ ദത്തശ്രദ്ധാ ഭവാമഃ. അസ്മാകം രാഷ്ട്രഹിതായ അനേക മഹാപുരുഷാः പ്രയത്നവന്തः ആസन्. അസ്മത് പൂർവജ മഹാത്മാ ഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ് ഇദാദ്യ പ്രവൃത്തയാ രാഷ്ട്രസേവനാർത്ഥം സ്വജീവൻ അർപ്പിതവന്തः ആസन्. പകർന്നു തരൂ സ്വർണ്ണരാജമരാളവാഹിനി. എന്നരികിൽ നീ വന്നിടൂ ബ്രഹ്മമയേ നാദനിർജരിയിലെ വർണ്ണമൊന്നു പകർന്നു തരൂ. ആദിവർണ്ണ സ്വരൂപിണേ നാദമെന്നിൽ ഉണർത്തുകിൽ. ആദിവർണ്ണ സ്വരൂപിണേ നാദമെന്നിൽ ഉണർത്തുകിൽ. മോക്ഷദായക മന്ത്രമായത് മോക്ഷദായക മന്ത്രമായത് ദീപ്തിയേകുമെന്നംബികേ. ബ്രഹ്മമയേ നിൻ നാദനിർജരിയിലെ വർണ്ണമൊന്നു. താണവൻ നിങ്ങൾ മലർത്തനതു മരണത്തിർത്തു കൂട മനം മോട്ടുഹിരത് മണിതരേയുങ്കൾ മുച്ചിലെ പിണവാടേ. നക്ഷത്തിരങ്ങളെ പരിക്ക വേണ്ടിയ കൈകളാൽ നിങ്ങൾ പൂങ്കൾ സവപ്പെട്ടിക്ക് ആണി തിരട്ടുകരീர்கள். നക്ഷത്തിരങ്ങളെ പരിക്ക വേണ്ടിയ കൈകളാൽ നിങ്ങൾ പൂങ്കൾ സവപ്പെട്ടിക്ക് ആണി തിരട്ടുകരീர்கள். ഒരു പ്രളയം പോലെ എഴിയെன்றே நீங்கள் மாநகராட்சி குழாய் போல சொட்ட முடியாமல் சொட்டிக்கொண்டிருக்கிறீர். முள்களை கண்டு நீங்கள் முகம் வியர்த்தால் கூட என்னால் புரிந்து கொள்ள முடியும். ஆனால் ஜிலேபியின் വളവുകളിൽ கூட ശ്രീകലേ
വിജയോത്സവം ചെമ്പന്തൊട്ടി ചെറുപുഷ്പ UP സ്കൂളിലെ വിജയോത്സവമാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ആടിയും പാടിയും അതിഗംഭീരം, ഒന്നും പറയാനില്ല, പൊളിച്ചു ടീച്ചറെ, അടിപൊളി, ഗംഭീരം. യഥാർത്ഥത്തിൽ ഇതാണ് വിജയോത്സവം. എല്ലാവിധ ആശംസകളും ട്രൂ മീഡിയ കേരള നൽകിയാണ് ടീച്ചർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാവർക്കും, മക്കൾക്കും അധ്യാപകർക്കും പാരന്റ്സിനും ഒക്കെ ട്രൂ മീഡിയ കേരളയുടെ ഒരു ബിഗ് സല്യൂട്ട്.